പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മഹാനാണ് കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിനെ മാത്രം നമ്മൾ രാവിലെ വൈകിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ NDA ചിലപ്പോൾ എല്ലായിടത്തും അധികാരത്തിൽ വരും. LDFകാർ ഒരു കാലത്തും ഇനി വരലെന്നുള്ള ചിന്തയിലാന്ന് തോന്നുന്നു പിണറായിയുടെ തന്നെ പടം ഇങ്ങനെ അടിച്ചടിച്ച് വയ്ക്കുന്നത്. എന്നാൽ കമ്മ്യൂണിസം ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതെല്ലാം കള്ളത്തരമാണ്. കഴിവുള്ളവനെ എന്നും കോൺഗ്രസ്സുകാർക്ക് ഭയമാണ്. ബിഗ് ബോസിന് ശേഷം ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ച ഒരാളാണ്. അപ്പോൾ സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ജനപിന്തുണ ഞങ്ങൾക്ക് വേണമെന്ന് ചിന്തിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്നെ ധാരാളം പരിപാടിക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു കോൺഗ്രസ്സുകാരനായി മാറി. ഇനി രാഷ്ട്രീയ സംഘർഷത്തിൽ അടികൊണ്ട് പരിക്ക് പറ്റിയ ചരിത്രം പറയണോ? അതും സംഭവിച്ചിട്ടുള്ള CPM-ന്റെ മർദ്ദനമേറ്റ് തല പൊട്ടിയിട്ടുള്ള പഴയൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ ഞാൻ പറയുമ്പം വേടൻ്റെ പൊളിറ്റിക്കൽ തോട്ടിനോട് മാത്രമാണ് ഞാൻ എതിർത്ത് പറയുന്നത്. അയാളെ കലാകാരനെയല്ല നമ്മൾ എതിർത്ത് പറയുന്നത്. പിണറായി വിജയനെതിരെ പറയുന്ന പോലെ തന്നെ ഉള്ളൂ ചില വിഷയങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുമ്പോൾ ഇതെല്ലാം ഓപ്പണായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളവനാണ് ഞാൻ പറയുന്ന വിഷയം ശരിയാണോ? ആ ശരി ഞാൻ തുറന്നു പറയും. ബിഗ് ബോസിന് ശേഷം ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ച ഒരാളാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിക്കുന്നതിൽ അല്ലെങ്കിൽ എന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കോൺഗ്രസിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ നിലപാടുകളാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഞാൻ വിചാരിച്ചു എനിക്ക് 2020 നിന്നൊരു അവസരം വരുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യത ഉണ്ടെന്നും പറയുമ്പോൾ ഞാനത് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020 ചേരുന്നത്. ഞാൻ 2020 അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഇതിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതിപ്പോൾ എനിക്ക് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. ഇപ്പം BJPയിൽ ചേരാൻ എനിക്കൊരു തടസ്സവും ഇല്ല. അവനെ ഒരു സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. കഴിവുള്ളവനെ എന്നും കോൺഗ്രസ്സുകാർക്ക് ഭയമാണ്. കഴിവുള്ളവനെ അംഗീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് BJP. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഓരോ നേതാക്കന്മാരെ, ഓരോ കേന്ദ്രമന്ത്രിമാരെ നിങ്ങൾ എടുത്തു നോക്കുക. അവരുടെ കഴിവ് ഈ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തണമെന്ന് കൃത്യമാക്കി മനസ്സിലാക്കിയ ഒരു പൊളിറ്റിക്കൽ ആശയം. അവരെ വർഗീയത എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പം അവർ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ വെച്ചേക്കുന്നത്. കേരളത്തിൽ BJPക്ക് വർഗീയത പ്രചരിപ്പിക്കലാണ് BJPയുടെ ലക്ഷ്യമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെയാണോ അവർ പിടിച്ച് സംസ്ഥാന പ്രസിഡന്റ് ആക്കേണ്ടത്? അതേസമയം കോൺഗ്രസോ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ, പോപ്പുലർ ഫ്രണ്ടിനെ ഇവരെയൊക്കെ കൂടെ കൂടിയിട്ട് ഇവർ മതേതരത്വം പറയുകയാണ്. ഇപ്പുറത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് 2020 കൂടെ കൂട്ടുന്ന അല്ലെങ്കിൽ സവർണർമാർ മാത്രമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന BJP BDJസിനെ കൂടെ കൂട്ടി ഈഴവ സമുദായത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ദഹിക്കാത്തത്? കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറഞ്ഞാൽ കാറൽ മാർക്സിൻ്റെയും ഇവർ തുടങ്ങി വെച്ച കാലം മുതലേയുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇവർക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ക്ഷേത്രഭരണം ഏറ്റെടുക്കാൻ പറ്റുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിലവർ പറയും ഞങ്ങൾ വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറയാറുണ്ട്. അതെങ്ങനെയാണ് വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റായി മാറാൻ പറ്റുക? കമ്മ്യൂണിസത്തിൽ വിശ്വാസത്തിന് പ്രാധാന്യമില്ല. അവർ യുക്തിയിലാണ് വിശ്വസിക്കുന്നത്. അപ്പം BJP ഇത് വിശ്വാസത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ BJPയുടെ ബേസ് അതാണ്. ആ ബേസ് എന്തുകൊണ്ട് നിലനിർത്തുമെന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ബേസ് അതാണ്. ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിന്നതൊക്കെ തന്നെ ഇത്തരം ആത്മീയമായ അറിവുകളും സംസ്കാരത്തിൻ്റെ മഹിമയൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പിടിച്ചു നിന്നത്. ഇത് എനിക്ക് മനസ്സിലാവാത്തത് ഈ ബിഗ് ബോസിന് മുൻപ് ഒരുപാട് ചാനൽ ചർച്ചകൾ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടിരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇനി സാധാരണ ജനങ്ങളുമായിട്ടുള്ള ബന്ധം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നാട്ടിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരുവന് സ്വതന്ത്രനായി മത്സരിച്ച് അവൻ 1500 വോട്ട് ജനം ചെയ്യണമെങ്കിൽ ഈ 1500 പേര് ഒരു 25 വയസ്സുകാരന് വോട്ട് ചെയ്യണമെങ്കിൽ അവനിൽ എന്തോ ഒരു പ്രതീക്ഷ അവർക്ക് അവിടെ തോന്നിയിട്ടല്ലേ? പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുമ്പോൾ മലയാള സിനിമയാണ്, പൃഥ്വിരാജ് വലിയ ആളാണ്, അതുകൊണ്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറയുന്ന വിഷയം ശരിയാണോ? ആ ശരി ഞാൻ തുറന്നു പറയും. അതിപ്പം പിണറായി വിജയനെതിരെ പറയുന്ന പോലെ തന്നെ ഉള്ളൂ ചില വിഷയങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുമ്പോൾ ഇതെല്ലാം ഓപ്പണായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളവനാണ് ഞാൻ. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി എന്താണ് ഈ രാജ്യത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്ന യോഗ്യത എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ അഖിൽ ചേട്ടാ, എമ ജർമ്മനിയുടെ ഒരു സ്നേഹ സമ്മാനം ഉണ്ട്, ഒരു പില്ലോ ആണ്. താങ്ക് യു. സുഖമായിട്ട് ഉറങ്ങാം. ഹായ്, ഹലോ, നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. മലയാളികൾക്ക് ഏറെ പരിചയമുള്ളൊരു മുഖം, ഷോയിലൂടെയും സിനിമയിലൂടെയും നമുക്ക് പരിചിതമായിട്ടുള്ളൊരു മുഖം ഇപ്പോൾ വരുന്നത് മറ്റൊരു മുഖവുമായിട്ടാണ്, ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുഖമായിട്ട്. നമസ്കാരം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വലിയൊരു കുറിപ്പ് കണ്ടു. അതായത് പലരും പല പ്രശ്നങ്ങളുമായിട്ട് അടുത്തെത്തുന്നു. അപ്പോൾ പലതും പരിഹരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനായാൽ എനിക്കിത് പരിഹരിക്കാൻ കൂടുതൽ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, ശരിക്കും ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം അത് തന്നെയാണോ? ഇപ്പം ഷിജിന റോഡിലൂടെ നടന്നു പോകുന്നു, അവിടെ ഒരു പ്രശ്നം കാണുന്നു. ഷിജിന അത് കണ്ടപ്പം ഷിജിനയ്ക്ക് ഇടപെടണമെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്ന ഒരുവനെ കുറേ ആൾക്കാർ ചേർന്നിട്ട് അടിച്ചമർത്താൻ നോക്കുന്നതാണ് താൻ കാണുന്നത്. അതൊരു സ്ത്രീയാവാം പുരുഷനാവാം. അപ്പോൾ താൻ അവിടെ പോയിട്ട് അതിൽ ഇടപെടാൻ പോവാണ്. ആദ്യം താൻ കേൾക്കാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കും? നീ ആരാണെന്നാണ്. തീർച്ചയായിട്ടും ചോദിക്കാൻ നീ ആരാണെന്നാണ്. അതേ ഷിജിന ഏഷ്യാനെറ്റിൻ്റെയോ
റിപ്പോർട്ടറിൻ്റെയോ ഏതെങ്കിലും ഒരു മീഡിയയുടെ ഒരു ടാഗും പിടിച്ച് അല്ലെങ്കിൽ കയ്യിലൊരു മൈക്കും പിടിച്ചിട്ട് അങ്ങോട്ട് ചെന്നാൽ ഈ ചോദ്യം വരത്തില്ല. അപ്പോൾ ഷിജിന എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഈ 2 ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പം രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്ന ഷിജിനയെ ആൾക്കാർ കേൾക്കും. ഇതേ ഷിജിന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആ പ്രദേശത്തെയോ സംസ്ഥാനത്തെയോ ജില്ലയിലെയോ ഒരു നേതാവായിട്ട് തന്നെ അവിടെ ചെല്ലുകയും തന്നെ അവർക്ക് അറിയുകയും ചെയ്താൽ 100% കുറച്ചുകൂടെ സ്വീകാര്യമായിട്ട് കേൾക്കും. ഇതേ ഷിജിന പോലീസ് യൂണിഫോമിലാണ് ചെന്ന് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും കേൾക്കും. അപ്പം നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് ചില സമയത്ത് സമൂഹം ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കാണ്, നീ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നീ ആരെങ്കിലുമൊക്കെ ആകണം. ഇപ്പോൾ പോലും നമ്മളൊരു നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കുന്ന വിമർശനങ്ങളിലൊന്ന്, ബിഗ് ബോസിൽ പോയതാണോ നിനക്ക് നിയമസഭയിൽ മത്സരിക്കാൻ? ബിഗ് ബോസിലും പോണ്ട, ഒരു TV റിയാലിറ്റി ഷോയിലും പോണ്ട, ഒരു സിനിമയിലും അഭിനയിക്കേണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കേണ്ട, ഈ രാജ്യത്ത് ഒരു നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഏതൊരാൾക്കും കഴിയും. അയാൾ മത്സരിച്ചാൽ അയാൾ ആ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് അയാളുടെ ഇന്നലകളിലെ അയാളുടെ അനുഭവങ്ങളിലൂടെ അയാൾ ആർജിച്ചെടുത്ത അറിവുകളും ഉണ്ടായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായിട്ട് ഞാൻ ചെറിയ പ്രായം മുതലേ പല വിഷയങ്ങളും കയറി ഇടപെടുന്ന ഒരാളാണ്. സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ തന്നെ ഞാൻ പല പ്രശ്നങ്ങളും കയറി ഇടപെടും. കോളേജിലും സ്കൂളിലൊന്നും എനിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തൻ്റെ സഹായമില്ലാതെ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയിലാണ് സിവിൽ സർവീസ് ലക്ഷ്യം വെച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ശ്രമിച്ചത്. ഒരു IPS ഓഫീസർ ആവണം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്ക് പഠിക്കാൻ മിടുക്കനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ലാത്തതുകൊണ്ട് ഇതങ്ങ് ഞാൻ താത്തു വെച്ചു. ഒരു പ്രണയമുണ്ടായതുകൊണ്ട് ആ പെൺകുട്ടിയേക്ക് നന്നായി നോക്കേണ്ട ഒരു ഭർത്താവായി മാറണമെന്ന ചിന്തയിൽ ജോലിക്ക് പോയി. പിന്നീട് ആ പ്രണയം നഷ്ടപ്പെട്ടതിന് ശേഷം ഇനി ഇന്നലകളിൽ എന്നെ പുച്ഛിച്ച സമൂഹത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് 2012 അവസാനം മുതൽ നാട്ടിലെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു കതറെടുത്തിട്ടപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു ധൈര്യം, അപ്പോൾ ഒരു പാർട്ടിക്കാരനായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത, അതായത് ഇത്തരം അധികാര സ്ഥാനങ്ങളിലുള്ള ആൾക്കാരുടെ അടുത്തായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ, അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങാനുള്ള ചിന്ത വരുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റി. പക്ഷേ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇത് സംസാരിക്കുന്നു, കുറേ ആൾക്കാർ കേൾക്കുന്നു, കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് നാട്ടിലൊരു വലിയ മാറ്റമൊന്നും കൊണ്ടുവരാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാം, കുറേ ആൾക്കാർ കാണും, കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യും. നാട്ടിൽ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പലവിധ സഹായങ്ങൾ നമ്മോട് ചോദിക്കും. ആകെ ചെയ്യാൻ പറ്റുന്ന സഹായം സാമ്പത്തികമായ സഹായങ്ങളാണ്. പിന്നെ കുറച്ചും കൂടെ എനിക്ക് രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ചില ആൾക്കാരെ കണക്ട് ചെയ്ത് കൊടുത്തും സഹായിക്കും. ഇതിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ ഇവർ തിരിച്ച് റെസ്പോണ്ട് പിന്നെ ചെയ്യത്തില്ല. അപ്പം ഈ പറഞ്ഞ ആളുകൾ ഇപ്പോൾ എന്നെ ബന്ധപ്പെടുമ്പം നമ്മൾ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും. നമ്മുടെ ഒരു വ്യക്തിത്വത്തിന് അത് പ്രശ്നമാണ്. അപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട്, അതായത് ഒരാൾ വിളിച്ചെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ആയാൽ പിന്നെ എനിക്ക് വേറൊരാളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ശേഷം ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ച ഒരാളാണ് ഞാൻ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി അങ്ങനെയുള്ള ചിന്തയൊന്നും മനസ്സിലൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. സ്വതന്ത്രനായി മത്സരിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ചിന്ത. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സുരേഷ് ഗോപിയോടും അതുപോലെ RSSൻ്റെ ഒരു മുതിർന്ന നേതാവിനോടും ഞാൻ ചോദിച്ചു, കൊട്ടാരക്കരയിൽ BJPക്ക് സ്ഥാനാർത്ഥി ഇടാതിരിക്കാൻ പറ്റുമോ? പകരം ഞാൻ അവിടെ സ്വതന്ത്രനായി മത്സരിച്ചാൽ നിങ്ങൾക്ക് എന്നെ പിന്തുണയ്ക്കാൻ പറ്റുമോ? അപ്പം BJPയുടെ വോട്ടും എനിക്ക് സ്വതന്ത്രമായി എൻ്റെ നാട്ടിൽ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് അവരോട് പറഞ്ഞ് ഞാനാണ് മത്സരിക്കുന്നത്, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും, നിങ്ങൾക്ക് ഉറപ്പാണല്ലോ, നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ എന്നൊക്കെ ചോദിച്ച് മത്സരിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മളൊരു സ്വതന്ത്രനായി BJPക്ക് അങ്ങനെ ഒരു പോളിസി ഇല്ല. ഒരു പൊതു സ്വതന്ത്രനെ നിർത്തി വോട്ട് ചെയ്യുന്ന പോളിസി BJP നിർത്തി. അങ്ങനെ ഇരുന്ന് ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരുമായി ബന്ധമുണ്ട്, അവരുമായി സഹകരിച്ചു, പല വിഷയങ്ങൾ ഇടപെട്ടു. സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ജനപിന്തുണ ഞങ്ങൾക്ക് വേണമെന്ന് ചിന്തിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്നെ ധാരാളം പരിപാടിക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു കോൺഗ്രസ്സുകാരനായി മാറി. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിക്കുന്നതിൽ അല്ലെങ്കിൽ എന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കോൺഗ്രസിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ നിലപാടുകളാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് സന്ദീപ് വാര്യർക്കെതിരെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ മാത്രം നോക്കിയാൽ മതി. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേരുകയും അദ്ദേഹം അതിശക്തമായി കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുകയും BJPയെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിട്ട് കൂടിയും ഈവൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് തന്നെ പാണക്കാട് തങ്ങളുടെയും മുസ്ലിം ലീഗിനും ഇപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ സന്ദീപാണെന്നും മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ മത്സരിച്ചാലേ സന്ദീപ് ജയിക്കത്തുള്ളൂ, ഹിന്ദുക്കൾ BJPക്കാർ സന്ദീപിനെ തോൽപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്ന് വരെ പ്രചരണം ഉണ്ടായിട്ട് കൂടിയും സന്ദീപ് വാര്യർക്കെതിരെ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിൽ സന്ദീപ് വാര്യർ പണ്ട് പറഞ്ഞ ഇവർ ഗാന്ധിയെ ചെറുതായി വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞവനാണ്, ഇവൻ മുസ്ലിങ്ങൾക്ക് എതിരെ പറഞ്ഞവനാണ്, മുസ്ലിങ്ങളെ പച്ചയ്ക്ക് കത്തിക്കണമെന്ന് പറഞ്ഞവനാണ്. അതായത് ഒരു കോൺഗ്രസ്സുകാരനെതിരെ ഇത്തരം ആക്ഷേപങ്ങളാണ് പോസ്റ്ററുകളായിട്ട് മണ്ഡലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ പിന്നെ പല നിലപാടുകളും കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടുള്ള എന്നെ കോൺഗ്രസിലെങ്ങാനും മത്സരിപ്പിച്ചാൽ എനിക്ക് സീറ്റ് തരുന്ന നേതാക്കന്മാരെല്ലാം കൂടെ പച്ചയ്ക്ക് കത്തിക്കും.
അപ്പോൾ എനിക്കിത് നേരത്തെ മനസ്സിലായ യാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു എന്തിനാണ് എന്നോട് അടുപ്പമുള്ള നേതാക്കന്മാരെ ഞാനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ വിചാരിച്ചു എനിക്ക് 2020 നിന്നൊരു അവസരം വരുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യത ഉണ്ടെന്നും പറയുമ്പോൾ ഞാനത് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020 ചേരുന്നത്. ഇതാണ് ഈ രാഷ്ട്രീയം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന അഖിലിനെ ഒരു നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ റിയാലിറ്റി ഇതാണ്. തീർച്ചയായിട്ടും ആളുകൾ ചിന്തിക്കും ഒരു കോൺഗ്രസ് അനുഭാവിയാണ്, കോൺഗ്രസിൽ മത്സരിക്കുന്നു കരുതി, പക്ഷെ ഇന്ത്യയിലാണ് മത്സരിക്കുന്നത്. 2020 എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ എപ്പോഴും ഒരു സംശയം ഉണ്ടാവും. അത് ചോദ്യമായിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കൊട്ടാരക്കര സീറ്റ് BJPയുടെ ഘടകകക്ഷിയായ 2020-ക്കാണ് എന്നവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ 2020-യിലേക്ക് ചേരാനുള്ള തീരുമാനത്തെ ആദ്യം ഞാൻ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ 2020 എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ആശയം എനിക്ക് നേരത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ താത്വികാവലോകനം എന്ന് പറയുന്നൊരു സിനിമ എടുക്കുന്ന സമയത്ത് അന്ന് ഞാൻ സാബു ജേക്കബിനെ വിളിച്ച് സംസാരിച്ചിട്ട്, സാർ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ, നമ്മുടെ 2020 ആൾക്കാരുടെ അടുത്തേക്ക് ഒന്ന് കാണാൻ പറയണം, ഈ സിനിമയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2020 കിഴക്കമ്പലത്തിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ എറണാകുളത്തിനപ്പുറത്തേക്കോ അവരുടെ ഒരു പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നേ 2020-യിൽ ചേർന്നേനെ. ഞാൻ 2020 അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഇതിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതിപ്പോൾ എനിക്ക് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. ഇപ്പം BJPയിൽ ചേരാൻ എനിക്കൊരു തടസ്സവും ഇല്ല, അവനെ ഒരു സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. പക്ഷേ BJPയിൽ അവർക്ക് ഇപ്പോൾ തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിലധികം മിടുക്കരായ നേതാക്കന്മാരും ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരും അവിടെ ഉണ്ട്. ഞാനും കൂടെ അവിടെ കയറി ചെന്ന് അവർക്ക് എന്തിനാണ് ഒരു തടസ്സം ഉണ്ടാക്കുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, KSUവിലും യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് അനുഭവിച്ച, ഈ പാർട്ടിക്ക് അധികാരമില്ലാത്ത സമയത്ത് പോലീസിൻ്റെ അടികൊണ്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ പല വഴിക്ക് നേരിട്ട, കേസിന് പോലും ജാമ്യം എടുക്കാൻ പോലും ഒരാളില്ലാത്ത, 5 പൈസ കയ്യിലില്ലാതെ കിടന്ന് വലയുന്ന, ഒരുപാട് കതർ ധരിച്ച് ജീവിതം കോൺഗ്രസിന് വേണ്ടി ഇല്ലാതാക്കിയ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ എന്തിനാണ് ഒരു അഖിൽമാരാർക്ക് സീറ്റ് എന്ന് അവൻ്റെ അവസരം കളയുന്നത്? ഇത് ഞാൻ തന്നെ ഫേസ്ബുക്കിൽ നേരത്തെ പങ്കുവച്ചൊരു കുറിപ്പാണിത്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്തും കോൺഗ്രസ്സിന് ഞാൻ പ്രിയപ്പെട്ട ഒരാളാണ്, ഓക്കെ അഖിൽ കോൺഗ്രസ്സിൽ ഒന്ന് മത്സരിക്കണം, ഇത് കോൺഗ്രസ്സുകാരുടെ താല്പര്യമാണ് എന്ന് പറഞ്ഞ് അവർ വിളിച്ചോ, ആ ഒരു സ്പേസിൽ മാത്രമേ നമുക്ക് അവിടേക്ക് പോകുന്നതിന് അർത്ഥമുള്ളൂ. എനിക്കിപ്പോൾ കോൺഗ്രസ് ആയാലും NDA ആയാലും ഈ നാടിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. എനിക്കെന്തെങ്കിലും ആയെങ്കിലല്ലേ എൻ്റെ നാട്ടിൽ നിന്നോ എവിടെയെങ്കിലും നിന്നോ ഒരാൾ എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ അഖിൽമാരാറെ ഞങ്ങൾ ഷോയിലൂടെ കണ്ടിട്ടുണ്ട്, സിനിമ മേഖലയിൽ കണ്ടിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോൾ ഇനിയും കഴിവുകൾ സിനിമാ മേഖലയിൽ നമ്മൾ കാണാനിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു 50-50 ചാൻസ് ഉള്ള ഒരു രാഷ്ട്രീയം ചൂസ് ചെയ്യാണ്? സിനിമാ മേഖലയിൽ എൻ്റേതായ ഒന്നാമത്തെ കാര്യം, ഈ സിനിമാ മേഖലയിൽ സംഭാവന ചെയ്തു എന്നൊക്കെ പറയുന്നത് ജനത്തിന് എത്രത്തോളം നമ്മൾ കണ്ടു, നമ്മൾ കളഞ്ഞു. മോഹൻലാലിൻ്റെ ഒരു പടം ഇറങ്ങി വിജയിച്ചാൽ നല്ലതെന്ന് പറയും, പരാജയപ്പെട്ടാൽ ഇതേ ലാലേട്ടനെ നമ്മൾ ആക്ഷേപിക്കും. മമ്മൂക്കയുടെ പടം വിജയിച്ചാൽ കൈയടിക്കും, പരാജയപ്പെട്ടാൽ ആക്ഷേപിക്കും. അതുകൊണ്ട് സിനിമാ മേഖലയിൽ നിന്നുകൊണ്ട് ഒരു നാടിന് വേണ്ടി ഒരു പരിധിയിൽ കൂടുതലൊന്നും ചെയ്യാനുള്ള ശേഷിയും എനിക്കില്ല. ഞാൻ മനസ്സിൽ കണ്ടിരുന്ന സിനിമ എന്നൊക്കെ പറയുന്നത് സത്യനന്ദിക്കാട്, ലോഹിതദാസ്, ശ്രീനിവാസൻ സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിലെ അവരുടെയൊക്കെ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അത്തരത്തിലുള്ള സിനിമകളൊക്കെ ചിത്രീകരിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ച് 2010 മുതൽ അതുപോലുള്ള കഥകൾ, അതായത് എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന കഥകളൊക്കെ കുറച്ചുകൂടെ ഒരു നേരത്തെ ഇറങ്ങേണ്ടിയിരുന്ന സിനിമകളായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. അപ്പോൾ ഇനി ഈ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഞാൻ സൃഷ്ടിക്കണം, അല്ലെങ്കിൽ പഴയ കഥയെ പുതിയ വീഞ്ഞിൽ മനോഹരമായി അവതരിപ്പിക്കണം. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു. ഇപ്പോൾ പണി എന്ന് പറയുന്ന സിനിമ ജ്യോതിച്ചേട്ടൻ ചെയ്യുന്ന സമയത്തും എന്നെ അദ്ദേഹം അതിൻ്റെ സംവിധാനത്തിൻ്റെ കൂടെ, അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ബന്ധപ്പെടുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വേഷം ഞാൻ അഭിനയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ചിന്തിച്ചത്, ജീവിതത്തിൽ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എൻ്റെ മക്കൾ വളർന്നു വരുന്നു, എൻ്റെ ഭാര്യ ഒരു കാലത്ത് ആത്മഹത്യയുടെ വക്കിൽ നിന്ന ഒരാളാണ്. അപ്പം ഇപ്പം കിട്ടിയ ഈ പേരും പ്രശസ്തിയും ഒക്കെ തന്നെ ഫിനാൻഷ്യലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുക. സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് പേര് വിളിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കണമെന്ന് ചിന്തിച്ചതുകൊണ്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിന് എനിക്ക് എൻ്റെ സിനിമ അഭിനയം തടസ്സപ്പെടാൻ പാടില്ല. സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പൊതു അഭിപ്രായം പിന്നെ പറയാൻ പറ്റത്തില്ല. ഞാൻ സർക്കാരിനെ വിമർശിക്കുകയോ മറ്റെന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറയുകയോ ചെയ്തിട്ട് ഞാൻ പോയൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാവിന് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആകെ ഒരു പടത്തിൽ പിന്നീട് അഭിനയിക്കുന്ന സമയത്ത് അവരോട് 1000 പ്രാവശ്യം ഞാൻ അഭിനയിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാണ്. അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഒഴിഞ്ഞു മാറി നിന്ന് എന്നെ നിർബന്ധിച്ച് അവർ തന്നെ വിളിച്ചുകൊണ്ട് വരികയും ആ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യണം, കാരണം എനിക്ക് സിനിമയിൽ അഭിനയിക്കുകയല്ല ലക്ഷ്യമെന്നും ഞാൻ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ പടത്തിൽ അഭിനയിച്ചതെന്ന് നിങ്ങൾ പറയണമെന്ന് അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത്. അല്ലാതെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അതിലൂടെ ആര് തിരിച്ചറിയാൻ? ഇന്ന് കേരളത്തിൽ ഇറങ്ങുന്ന പുതിയ സിനിമയിൽ തലമുറയിൽപ്പെട്ട സിനിമാ നടന്മാരെ ഒന്നും നമ്മുടെ ഒരു 50 വയസ്സിന് മേലുള്ള ആർക്കും അറിയത്തില്ല. ഇവരാരും ഇതൊന്നും തിയേറ്ററിൽ പോയി കാണുന്നില്ല, അതാണ് സത്യം. പിന്നെ കാണുന്നത് ഒരു 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള യൂത്തും
കുറച്ച് 25 to 35 ഇടയിൽ വരുന്ന ഫാമിലീസുമാണ്. അല്ലാതെ പഴയത് കണക്ക് ഇടിച്ചുകുത്തി ഫാമിലി ഒന്നും ആരാന്ന് പോലും പല സ്റ്റാറുകളെ ആർക്കും തിരിച്ചറിയത്ത പോലുമില്ല സോഷ്യൽ മീഡിയക്ക് അപ്പുറത്തേക്ക്. ഈ രാഷ്ട്രീയത്തിൽ എത്താൻ വൈകിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാനിപ്പം നിയമസഭയിൽ മത്സരിക്കാൻ എത്തിയതും വൈകിട്ട് പോലും ഒരുപാട് നേരത്തെയാണ് യഥാർത്ഥത്തിൽ. കാരണം ഇന്നിപ്പം 50 വയസ്സുള്ള ഒരാളും രാഷ്ട്രീയത്തെ ചെറുപ്പമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് അവസരം കിട്ടാത്ത സമയങ്ങളുണ്ട്. ഇപ്പം നമുക്കൊരു മണ്ഡലത്തെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യമെങ്കിലും ലഭിച്ചു. ഇപ്പോൾ രാവിലെ ചോദിച്ചേട്ടൻ വിളിച്ചപ്പോഴും അതാണ് പറഞ്ഞത്. നീ ഏത് മുന്നണിയിൽ നിന്ന് മത്സരിച്ചാലും ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് പോകുമെന്നൊരു പ്രതിധ്വനി നിനക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് നിൻ്റെ ഒരു വലിയ വിജയമാണ്. അത് സന്തോഷമാണ്. പിന്നെ എത്താൻ വൈകിട്ടൊന്നുമില്ല, നേരത്തെ തന്നെയാണ്. നേരത്തെ എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഒരു പക്ഷേ ഈ 30ാമത്തെ വയസ്സിൽ എനിക്കിങ്ങനെ അവസരം ലഭിച്ചാൽ ചിലപ്പം പക്വതയില്ലായ്മ കൊണ്ടോ അനുഭവങ്ങളുടെ ഒരു ബലമില്ലാത്തത് കൊണ്ടോ ചിലപ്പം അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. ഇപ്പോഴങ്ങനല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൻ്റെ ഏറ്റവും പടുകുഴി വരെ പോയവനാണ്, സക്സസ് ആയവനാണ്. അപ്പം ഇത് രണ്ടും എനിക്കറിയാം. 2 തരം മനുഷ്യരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ എത്തുകയാണെങ്കിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ പറയാറുണ്ട്. തൃക്കാക്കരയിൽ ജയിക്കുകയാണെങ്കിൽ 5 വർഷത്തേക്ക് എന്തൊക്കെ പുതിയ മാറ്റങ്ങളായിരിക്കും? ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ പലതും കള്ളത്തരമായി പോകും. ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുമില്ല. കാര്യം ഒരു MLAക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു MLA ഒരു മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അയാളുടെ പാർട്ടിയുടെ ആളായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞാൽ കേൾക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കണം. രണ്ടായാലും NDAയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നാലും ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം അതേപടി ചെയ്യണമെന്നൊന്നുമില്ല. കാര്യം NDAയുടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും അവരുടേതായ ചില പോളിസീസ് ഉണ്ടാവും. ആ പോളിസീസ് ഏറ്റവും മനോഹരമായി എക്സിക്യൂട്ട് ചെയ്യാനാണ് ഒരു MLA അവരുടെ മണ്ഡലത്തിൽ ശ്രമിക്കുന്നത്. അതോടൊപ്പം ആ മണ്ഡലത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന, ആ മണ്ഡലത്തിൽ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ കാണും. അത് നമുക്ക് കൃത്യമായിട്ട് പരിഹരിക്കാൻ പറ്റും. കാര്യം അത് ആ മണ്ഡലത്തിലെ ജനതയുടെ ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ഫ്ലാറ്റുകളിൽ കൃത്യമായി കുടിവെള്ളം എത്തുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം ഡിഫറൻറ്റ്. നമ്മുടെ ഈ അധികാരം എന്ന് പറഞ്ഞ് വികേന്ദ്രീകരിക്കപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ മത്സരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ ഭാഗമാണ്, മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഒരു അധികാരപരിധിയുണ്ട്, കോർപ്പറേഷൻ്റെ അധികാരപരിധിയുണ്ട്, അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പുറത്തെ MLA എന്ന് പറയുമ്പോഴത്തെ നിയമനിർമ്മാണ സഭയിൽ സംസാരിക്കാൻ ശേഷിയുള്ള ഒരാളാണ്. ഒരു നിയമം നിർമ്മിക്കാൻ ശേഷിയുള്ളതിൽ ഒരു വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താൻ ശേഷിയുള്ള ഒരുവരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നയങ്ങളെ അതിശക്തമായി വിമർശിക്കേണ്ട ഒരു ഇടമാണ് നിയമസഭ. അപ്പോൾ ഇവിടെ പോയിട്ട് മിണ്ടാതെ മണ്ണുണ്ടാക്കാനായി ഇരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അവിടെ സംസാരിക്കുമ്പോൾ മാത്രമേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ തൃക്കാക്കരയിലെ ജനതയ്ക്ക് ഒരു പ്രശ്നം വരികയും ആ പ്രശ്നം ഞാൻ സമൂഹത്തോട് അഡ്രസ്സ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴി പറ്റുന്നുണ്ട്. പക്ഷേ ഇതേ പ്രശ്നം സോഷ്യൽ മീഡിയ വഴി അഡ്രസ്സ് ചെയ്താൽ ആരും കേൾക്കില്ല. ഞാൻ നിയമസഭയിൽ പോയി സംസാരിച്ചാൽ മുഖ്യമന്ത്രി അത് കേൾക്കേണ്ടി വരും, അവർ മറുപടി പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും ജനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് പെരുമാറാനും, അതല്ല നാളെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുപാട് കാര്യങ്ങളിലൂടെ ചെയ്യാൻ പറ്റും, അത് ചെയ്യാനും സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതി എൻ്റെ മണ്ഡലത്തിലും വേണമെന്ന് പറഞ്ഞ് കരയുന്ന കുഞ്ഞിന് പാല് കിട്ടുമെന്നുണ്ടെങ്കിൽ മനോഹരമായി കരഞ്ഞാൽ പാല് മേടിച്ച് തൃക്കാക്കരക്കാർക്ക് കൊടുക്കാനൊക്കെ എനിക്ക് പറ്റും. അല്ലാതെ വാഗ്ദാനങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞാൻ ആരെയും പറഞ്ഞു പറ്റിക്കില്ല. 100% എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാനിത് ആവർത്തിച്ച് എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞു. ഞാൻ ഏതെങ്കിലും ഒരു ജനതയെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ എന്നെ ഇന്നത് പറഞ്ഞവനല്ലേ, നീ അത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ തല്ലിക്കോളൂ. ഇത് ജയിച്ചു കഴിഞ്ഞ് വരുന്ന അഖിൽമാരെ നിങ്ങൾക്ക് തല്ലാം, പറഞ്ഞ് പറ്റിച്ചാലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മനുഷ്യനെയും, ഒരു സാധാരണക്കാരനെയും ഞാൻ പറഞ്ഞു പറ്റിക്കില്ല. രാഷ്ട്രീയത്തിൽ എല്ലാ ജനപ്രതിനിധികളും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചപ്പാടാണത്. അതിപ്പോൾ NDAയുടെ കാഴ്ചപ്പാട് വികസനമാണ്. നരേന്ദ്രമോദി ഇന്ന് രാജ്യത്ത് കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ മറ്റൊരാൾക്ക് കൊണ്ടുവരാൻ പറ്റാത്തതാണെന്ന് എനിക്ക് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യകാരണങ്ങൾ നിരത്തി എനിക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പോൾ ഞാൻ പഠിച്ചത് ഫാത്തിമ കോളേജിലാണ്, കൊല്ലം. അപ്പോൾ ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ ആദ്യം ഫാത്തിമ കോളേജിലേക്ക് പോകുന്നത് മീറ്റർ ഗേജ് ട്രെയിനിലാണ്. മീറ്റർ ഗേജ് പാതയുണ്ട്, പഴയ പാത. ആ സമയത്താണ് ഈ മീറ്റർ ഗേജ് പാത ഇളക്കി പുതിയ ബ്രോഡ് ഗേജ് വരുന്നത്. ഈ പുതിയ ബ്രോഡ് ഗേജ് വരുന്ന സമയത്ത് 2006 മീറ്റർ ഗേജ് ഇളക്കി ബ്രോഡ് ഗേജ് വരുന്നു. അന്നേരം ഈ കൊല്ലത്ത് നിന്ന് പുനലൂർ വരെയുള്ള പാതയിലാണ് ഈ പണി നടക്കുന്നത്. പുനലൂർ മുതൽ കൊല്ലം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45 കിലോമീറ്ററാണ്. ഈ 45 കിലോമീറ്ററിനിടയ്ക്ക് പറയത്തക്ക വലിയ പാലങ്ങളോ അല്ലെങ്കിൽ കുന്നുകളോ മലകളോ കാടോ ഒന്നുമില്ല. അതിപ്പം നോർമലി നമ്മൾ റെയിൽ ഇളക്കണം, പഴയ റെയിൽ ഇളക്കി കളയണം, മെറ്റലുകൾ ഇട്ട് വീതി കൂട്ടണം, അതിന് മുകളിൽ പുതിയത് വെച്ച് സ്ഥാപിക്കണം. ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് UPA സർക്കാരിന് ഏകദേശം 8 വർഷം എടുത്തു. അത് കഴിഞ്ഞ് പുനലൂരിൽ നിന്നും ചെങ്കോട്ട വരെ കിടക്കുന്ന റെയിൽ പാതയുണ്ട്. അതെന്ന് പറയുന്ന കാടിനുള്ളിലൂടെ പോകുന്ന റെയിൽ പാതയാണ് പലതും. ആര്യങ്കാവ് ചുരമുണ്ട്, അതായത് നമ്മുടെ മല തുറക്കണം. അതുപോലെ 13 കണ്ണറ പാലമുണ്ട്. ഇതിന് വീതി കൂട്ടണം.
അപ്പോൾ ഇങ്ങനെ അതിസങ്കീർണമായ അതികഠിനമായ പ്രോസസ്സുകൾ ആരംഭിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഈ വളരെ എളുപ്പത്തിൽ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ചെയ്യേണ്ടിയിരുന്ന ഒരു ഭാഗം ചെയ്തു തീർക്കാൻ UPAക്ക് 8 വർഷം എടുത്തെങ്കിൽ അടുത്ത 2-2.5 വർഷം കൊണ്ട് അതികഠിനമായിട്ടുള്ള ഏരിയ പൂർത്തിയാക്കാനും അതിൽ കൂടുതൽ കിലോമീറ്റർ പൂർത്തിയാക്കാനും ഈ സർക്കാരിന് വളരെ കുറച്ച് സമയം വേണ്ടി വന്നുള്ളൂ. ഇത് UPA ചെയ്യാൻ തുടങ്ങിയായിരുന്നുണ്ടെങ്കിൽ ഇന്നും പൂർത്തിയാവത്തില്ലായിരുന്നു. കാര്യം നമ്മൾ എല്ലാ പദ്ധതികളും കോൺഗ്രസ് പദ്ധതി കൊണ്ടുവന്നില്ലെന്നോ അവർ ഈ രാജ്യത്തെ നശിപ്പിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു സഞ്ജു സാംസനെ വേൾഡ് കപ്പിൽ കളിപ്പിക്കണം. അപ്പോൾ അത് പറയുന്നത് ആ ഇറങ്ങുന്ന ഓപ്പണർ ശുഭ്മാൻ ഗിൽ മോശമായതുകൊണ്ടാണോ? അല്ല, ശുഭ്മാൻ ഗില്ലിനേക്കാളും മികച്ച ആളായിട്ട് സഞ്ജു ഒരു പക്ഷേ 2020 പെർഫോം ചെയ്യുന്നത് വെച്ചിട്ടാണ്. അതേസമയം ഏകദിന ക്രിക്കറ്റിലേക്ക് വരുമ്പം സഞ്ജുവിനേക്കാളും കുറച്ചും കൂടെ നല്ല പ്ലെയർ ആയിരിക്കും ശുഭ്മാൻ ഗിൽ. അല്ലെങ്കിൽ നമ്മളിപ്പം ചിലപ്പോൾ പറയും ഫിനിഷറായിട്ട് ധോണി ഇറങ്ങുന്നതായിരുന്നു നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ യുവരാജ് നമ്മൾ 2011 വേൾഡ് കപ്പിൽ യുവരാജ് ഇറങ്ങേണ്ട പൊസിഷനിലാണ് ധോണി ഇറങ്ങാൻ പോകുന്നത്. അപ്പം ധോണി തന്നെ പറയുന്നുണ്ട് മുരളീധരനാണ് ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മുരളീധരനെ എനിക്ക് ചെന്നൈ ടീമിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പോൾ ഞാൻ ഇറങ്ങാമെന്ന് കരുതി സെമി ഫൈനൽ വരെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത യുവരാജിൻ്റെ സ്ഥാനത്ത് സെമി ഫൈനൽ വരെ പരാജയപ്പെട്ട ധോണി പോയി ഇറങ്ങുകയാണ്. അപ്പോൾ ആ തീരുമാനം അവിടെ സക്സസ് ആയി മാറിയപ്പോൾ രാജ്യത്തിന് ഒരു വേൾഡ് കപ്പ് കിട്ടി. അപ്പോൾ ഇവിടെ യുവരാജ് മോശമായത് കൊണ്ടാണ് ധോണി ഇറങ്ങിയത്? അല്ല, യുവരാജിനേക്കാളും ആ സിറ്റുവേഷനെ കുറച്ചുകൂടെ മനോഹരമായി ഹാൻഡിൽ ചെയ്യാൻ അയാൾക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഇന്നലകളിൽ പ്രവർത്തിച്ചവർ മോശമായതുകൊണ്ട് ഒരാൾ മാറി വരണമെന്നല്ല ഞാൻ പറയുന്നത്, അവരെക്കാളും ബെറ്ററായിട്ട് നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, ഓരോ ആൾക്കാരുടെ ചേഞ്ചസ്, ഓരോ ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MBയെ പോലെ മനോഹരമായി സംസാരിക്കാൻ ഒരു പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന MBക്ക് കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആളെ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഓരോരുത്തരും വ്യത്യാസമുണ്ട്. അപ്പം ഇത് തന്നെയാണ് സർക്കാരിൻ്റെ നയങ്ങളിൽ വ്യത്യാസമുണ്ട്. സർക്കാരിൻ്റെ പോളിസീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, അവരുടെ ടോട്ടാലിറ്റിയിലുള്ള തീരുമാനങ്ങൾ, അത് നടപ്പിലാക്കുന്ന വേഗത. കാര്യം ഇത് അഴിമതിയില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ അഴിമതിയുടെ കുത്തരങ്ങാണ് ഇവരുടെ ഇടയിൽ നടക്കുന്നത്. അപ്പം സിസ്റ്റം പക്കയാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നരേന്ദ്രമോദി പറയുകയാണ് NDA അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം, മറ്റവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പം അഖിൽമാരാർ തന്നെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്, ഞാൻ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് അഖിൽമാരാറെ ബിഗ് ബോസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതുകൊണ്ട് വോട്ട് ചെയ്യാം. അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ബിഗ് ബോസിൽ കണ്ട പെർഫോമൻസ് വെച്ചിട്ട് നമുക്കൊരു രാഷ്ട്രീയത്തിൽ വരുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ഒരിക്കലും പറ്റില്ല. അത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ ആയിരുന്നെങ്കിൽ പോലും ഇതിൽ നമ്മുടെ ജീവിതം കൂടിയുണ്ട്. ഒരാളുടെ സ്വഭാവത്തിലുള്ള എൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് അയാളുടെ നല്ല ഗുണങ്ങളും കൂടെ നോക്കി നമ്മൾ ഇഷ്ടപ്പെടും. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഗുണങ്ങളിലൊന്നാണ് ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്, കള്ളം കാണിക്കാതിരിക്കുക എന്നുള്ളത്, കള്ളത്തരം പറയാതിരിക്കുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ അത്യാവശ്യം വേണ്ട സ്പേസുകളിൽ ഇടപെട്ട് സംസാരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കയ്യിലുള്ളത് മറ്റൊരുവിന് വേണ്ടി നീക്കി വെക്കുക എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ബിഗ് ബോസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഞാൻ കയറിയ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞാണല്ലോ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുന്നത്. ഒരു പക്ഷേ ബിഗ് ബോസ് ആ സമയത്ത് കണ്ട എല്ലാവർക്കും അറിയാം. അതിഭീകരമായ ഹെയ്റ്റ്, പിന്തുണയ്ക്കാൻ ആരുമില്ല. കാര്യം ബിഗ് ബോസ് ഷോയ്ക്കെതിരെ പറഞ്ഞൊരാൾ, ബിഗ് ബോസിൽ പോകില്ല എന്ന് പറഞ്ഞൊരാൾ, റോബിനെ പോലെ ബിഗ് ബോസിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ അതുവരെയുള്ള ബിഗ് ബോസിൽ ഒരു സൂപ്പർ സ്റ്റാറിനെതിരെ പറഞ്ഞിട്ട് കയറി പോകുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ്സിൽ നിന്ന് അകത്ത് കയറുന്ന എന്നെ ആദ്യത്തെ ആഴ്ച തന്നെ പുറത്താക്കാൻ വേണ്ടി റിനീഷ ഒരു മാല കൊണ്ട് കഴുത്തിലിടുന്നു, ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയാം പുറത്തുനിന്ന് എനിക്ക് എന്തായാലും വോട്ട് കിട്ടാൻ പോകുന്നില്ല, ഹൗസിനുള്ളിലും എന്നെ പുറത്താക്കാൻ തീരുമാനിച്ചു. അവിടെ പുറത്താകുമെന്ന് പേടിച്ച് ഞാൻ ഒരു കള്ളത്തരം കാണിക്കാൻ പോയില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദറയുമായിട്ടാണ്. അപ്പം ഞാനും നാദറയും തമ്മിലുള്ള ആ ടാസ്ക് കണ്ട ജനത്തിനറിയാം ഞാൻ സ്വയം തോൽക്കാൻ തീരുമാനിച്ചവനാണ്. ഞാൻ നാദറയോട് പറയുന്നത് നീ ജയിക്കാനാണ് പറയുന്നത്. നാദറ ആക്ച്വലി സേഫ് സോണിലാണ്, പക്ഷേ ഞാനുമായിട്ട് തോറ്റ, ഞങ്ങൾ തമ്മിൽ മത്സരിക്കേണ്ട ടാസ്ക്കാണ്. ഞങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ നാദറ അടുക്കിപ്പറക്കി വെക്കുന്ന കട്ട എന്നെക്കാട്ടിയും കുറവാണെങ്കിൽ അവൾ തോറ്റുപോകും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കട്ട പറക്കാൻ പോകുമ്പോൾ അവളോട് ഞാൻ പറയുന്നത് കട്ടയുടെ കളർ നീ നോക്കണ്ട, നിൻ്റെ കട്ട തന്നെ തോനെ ഞാൻ പറക്കിക്കൊണ്ട് വന്നോളാം, പക്ഷേ നമ്മളെ ടീം ജയിക്കണം. അവിടെ എൻ്റെ ഐക്യം, അതായത് ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കാതെ ആ ഒരു സിസ്റ്റത്തിന് വേണ്ടി, ആ ഒരു ടീമിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഞാൻ തോറ്റാലും കുഴപ്പമില്ല, നമ്മളോട് ഞാൻ പറയുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് കേൾക്കാം. എനിക്ക് പുറത്തായി പോകാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഞാൻ ആ മത്സരത്തിൽ ഞങ്ങൾ ടീം വിജയിച്ചു. ടീം വിജയിച്ചപ്പോൾ എനിക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ പെർഫോം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. അവിടെ ഞാൻ പെർഫോം ചെയ്ത് വിജയിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതായത് ആരും എന്നെ ഒഴിവാക്കിയതല്ല, ഞാൻ ആരെയും ചതിച്ചതുമല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ട് അപ്പോഴാണ് ജനത്തിന് എന്നെ മനസ്സിലാവുന്നത്. അതിനുശേഷം മുന്നോട്ട് പോയപ്പോൾ
എന്നെ കൊണ്ട് മാപ്പ് പറയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. ഞാൻ ചെയ്യാത്ത തെറ്റിന് തലകുത്തി നിന്നാലും ഞാൻ മാപ്പ് പറയില്ല എന്നൊരു തീരുമാനം ഞാൻ എടുക്കുന്നു. അതേസമയം ഞാൻ ഒരുപാട് പ്രാവശ്യം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്തു എന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന സമയത്തൊക്കെ ഒരാളോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഒരാളെ വിഷമിപ്പിച്ചു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ അവരെ പോയി കെട്ടിപ്പിടിച്ച് ഞാൻ സോറി പറയും. അപ്പം ഞാൻ ഒരാളെയും വെറുപ്പിക്കാൻ അവിടെ നിൽക്കുന്നില്ല. എന്നോട് ശത്രുത കാണിക്കുന്ന ആൾക്കാരുടെ അടുത്തും ഞാൻ സ്നേഹത്തോടാണ് പെരുമാറുന്നത്. ഇപ്പോൾ എന്നെപ്പറ്റി ഒരാൾ കുറ്റം പറയുമ്പോഴും ഞാൻ പുറത്ത് മാറിയിരുന്ന് അവരെപ്പറ്റി നല്ലതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു വ്യക്തിക്ക് വേണ്ട ഗുണങ്ങളാണത്. അതേപോലെ ഇല്ലാത്ത തെറ്റിൻ്റെ പേരിൽ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ചെയ്തത് ജനം കണ്ടതുകൊണ്ടാണ് ആരാണ് ശരി ആരാണ് തെറ്റെന്ന് ജനത്തിന് തിരിച്ചറിയാൻ പറ്റിയത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പറയുന്നത് കണക്കൊരു രാഷ്ട്രീയ നേതാവിന് വേണ്ടതാണ്. ഈ ബിഗ് ബോസിൻ്റെ 25ാമത്തെ ദിവസത്തെ എപ്പിസോഡിൽ, അതായത് നിങ്ങൾ ഒരു സമയത്ത് വൈറലായ എൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ഈ അഖിൽമാരാർ നിൽക്കുന്നിടത്താണ് ആൾക്കൂട്ടം എന്ന് ഞാൻ പറഞ്ഞ സാധനം. അതിന് തൊട്ടു മുമ്പത്തെ ചോദ്യം എന്നോട് ചോദിച്ചത് ശ്രുതിലക്ഷ്മിയാണ്. അപ്പോൾ ശ്രുതി എന്നോട് ചോദ്യം ചോദിക്കുന്നത് ബിഗ് ബോസിൽ ആര് വിജയിക്കണം, ബിഗ് ബോസിലെ വിജയിക്ക് എന്ത് യോഗ്യത ഉണ്ടാവണമെന്നാണ് അഖിൽമാരാർ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ മറുപടി, ബിഗ് ബോസ് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു ഷോയാണ്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശേഷിയുള്ള ഒരാൾ ബിഗ് ബോസിൽ നിന്ന് ജയിച്ചു വന്നാൽ അത് ഈ റിയാലിറ്റി ഷോയുടെ മാത്രം വിജയമായിരിക്കത്തില്ല, നാടിന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിജയത്തിൻ്റെ കൂടി തുടക്കമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് ബിഗ് ബോസ് കേരള സമൂഹത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്. ഇന്നത്തെ ചാനൽ ചർച്ചകൾ നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലിരുന്ന് പല ആശയങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കുന്ന കണ്ടന്റ് അല്ലേ നമ്മൾ പുറത്തിരുന്ന് കാണുന്നത്. 4 രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിരുന്ന് 4 അഭിപ്രായങ്ങൾ പറയുന്നു, 4 പേരും തമ്മിലടിക്കുന്നു, അതിൻ്റെ ഇടയ്ക്കിരുന്ന് ഒരു ആങ്കർ പിരിയിടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി നടക്കുന്നു. ഇനി റിപ്പോർട്ടർ ചാനൽ എന്താ നടക്കുന്നത്, 4 മാധ്യമപ്രവർത്തകർ വന്നിരിക്കുന്നു, 4 പേരും 4 രാഷ്ട്രീയ പക്ഷം പിടിക്കുന്നു, എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നടിക്കുന്നു, ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആര് ശരി ആര് തെറ്റെന്ന് ഇതെല്ലാം കാണുന്ന പ്രേക്ഷകൻ തീരുമാനിക്കും. അപ്പം ശരിയും തെറ്റും അളക്കുന്നത് പ്രേക്ഷകരാണ്. ശരിയും തെറ്റും അളക്കാൻ ഇപ്പം എന്നെപ്പറ്റി ഒരാൾ ബിഗ് ബോസിൽ കുറ്റം പറഞ്ഞാൽ എന്നെ ന്യായീകരിക്കാൻ എനിക്ക് പുറത്തു പോകേണ്ട കാര്യമില്ല. ഞാൻ അവിടെ തന്നെ കാണിച്ച ആക്ടിവിറ്റിയിൽ നിന്ന് ജനം തന്നെ കണ്ടെത്തി അതിൻ്റെ ശരി കണ്ടെത്തും. കേരള സമൂഹത്തിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ ചെയ്യുന്ന ഇപ്പം എനിക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ, ഞാൻ 1 മണിക്കൂർ പറഞ്ഞ കാര്യത്തിനകത്ത് നിന്ന് ഒരു 30 സെക്കൻഡ് അടർത്തിയെടുത്ത് ഞാൻ പറയുക പോലും ചെയ്യാത്തൊരു കാര്യത്തെ പുറത്തേക്ക് പ്രചരിപ്പിച്ച് ഇവർ സ്പ്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഈ കഴിഞ്ഞ ദിവസം പ്രചരിക്കുന്നൊരു കാർഡുണ്ട്, ബിഗ് ബോസിൽ എന്നെ കണ്ട ആൾക്കാർക്ക് എനിക്ക് അവരെ വോട്ട് ചെയ്യും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ബിഗ് ബോസിൻ്റെ പോപ്പുലാരിറ്റിയോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വോട്ടായി മാറുമെന്ന് ചോദിച്ചപ്പം ഒരിക്കലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് വോട്ടായി മാറില്ലെന്നും സെലിബ്രിറ്റികൾക്ക് രാഷ്ട്രീയത്തിൽ വലിയ വിലയൊന്നും ഇല്ലെന്നും, പക്ഷേ ബിഗ് ബോസ് കണ്ട ജനങ്ങൾക്ക് എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ അവർക്ക് എൻ്റെ ഫേസ് അറിയാം, അല്ലെങ്കിൽ ഞാൻ ആരാന്നറിയാം, അവിടെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്ന അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. ഇത് എനിക്ക് മനസ്സിലാവാത്തത്, ഈ ബിഗ് ബോസിന് മുൻപ് ഒരുപാട് ചാനൽ ചർച്ചകൾ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടിരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ എം.എൻ. കാരശ്ശേരി, രാജ്മോഹൻ ഉണ്ണിത്താൻ, എ റഹീം, ചേക്കുട്ടി മാഷെ, അല്ലെങ്കിൽ ജയശങ്കർ വക്കീലെ, ഇങ്ങനെ ഇവരുടെയൊക്കെ കൂടെ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ടുള്ള എനിക്ക് രാഷ്ട്രീയം അറിയാഞ്ഞൂടാത്തതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് എന്നെ വിളിച്ച് ചാനലിൽ പിടിച്ചിരുത്തിയേക്കുന്നത്. ഇനി സാധാരണ ജനങ്ങളുമായിട്ടുള്ള ബന്ധം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നാട്ടിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരുവന് സ്വതന്ത്രനായി മത്സരിച്ച് അവൻ 1500 വോട്ട് ജനം ചെയ്യണമെങ്കിൽ, ഈ 1500 പേര് ഒരു 25 വയസ്സുകാരന് വോട്ട് ചെയ്യണമെങ്കിൽ അവനിൽ എന്തോ ഒരു പ്രതീക്ഷ അവർക്ക് അവിടെ തോന്നിയിട്ടല്ലേ. ഇനി അതിനു മുൻപ് ഇന്നത്തെ ഏതൊരു രാഷ്ട്രീയ നേതാവ് എടുത്താലും അവരെല്ലാം അടി വഴക്ക് കേസുകൾ, പഞ്ചായത്തിലെ കേസ്, വില്ലേജ്, ഇതെല്ലാം ഒരുപാടുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇനി രാഷ്ട്രീയ സംഘർഷത്തിൽ അടികൊണ്ട് പരിക്ക് പറ്റിയ ചരിത്രം പറയണോ, അതും സംഭവിച്ചിട്ടുള്ള CPM-ൻ്റെ മർദ്ദനമേറ്റ് തല പൊട്ടിയിട്ടുള്ള പഴയ ഒരു കോൺഗ്രസ്സുകാരാണ് ഞാൻ. ഇനി ഇതെല്ലാം മാറ്റി വയ്ക്കും. കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ഏതൊരുത്തനെയും വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഉള്ളിലെത്ത്, അവനാണോ രാഷ്ട്രീയം അറിയാവുന്നത്, അവനാണോ ജനത്തിന് അറിയാവുന്നതെന്ന്, ഞാൻ അവനെന്ന് പറയുന്ന വാക്കല്ല ഞാൻ ഉദ്ദേശിച്ചൊരു വ്യക്തി വിളിച്ചുകൊണ്ടിരുത്ത്. അപ്പം ഞാൻ ഇപ്പം കുറേ ആൾക്കാർ സീറ്റ് കിട്ടി മത്സരിക്കുന്നു, ഇവരെയൊക്കെ പോലെ ഇപ്പോൾ രമേഷ് പിഷാരടി മത്സരിക്കാൻ പോകുന്നു. ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി ജീവിച്ച് ഒരു 50ാമത്തെ വയസ്സിൽ മത്സരിക്കാൻ ഇറങ്ങിയാനല്ല ഞാൻ. എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ച് ഇനി എൻ്റെ ജീവിതം ജനങ്ങൾക്കൊപ്പം മതി, എനിക്ക് കിട്ടിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ കാട്ടിയോ ലക്ഷറി ലൈഫിനെ കാട്ടിയോ താഴേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഈ ഏറ്റവും നല്ല മൊമെൻറ്റിൽ നിന്ന് തന്നെ താഴേക്ക് വരികയും കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ ഞാൻ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആരാ നോക്കിയിട്ടില്ല, അപ്പുറത്തുള്ള ആൾ വലിയ ഫാൻ ബേസ് ഉള്ള ആളാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ ഞാൻ പറയുമ്പം വേടൻ്റെ പൊളിറ്റിക്കൽ തോട്ടിനോട് മാത്രമാണ് ഞാൻ എതിർത്ത് പറയുന്നത്. അയാളെ കലാകാരനെയല്ല നമ്മൾ എതിർത്ത് പറയുന്നത്. പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുമ്പോൾ മലയാള സിനിമയാണ്, പൃഥ്വിരാജ് വലിയ ആളാണ്, അതുകൊണ്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറയുന്ന വിഷയം ശരിയാണോ, ആ ശരി ഞാൻ തുറന്നു പറയും. അതിപ്പം പിണറായി വിജയനെതിരെ പറയുന്ന പോലെ തന്നെ ഉള്ളൂ ചില വിഷയങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുമ്പോൾ ഇതെല്ലാം ഓപ്പണായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളവനാണ് ഞാൻ. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി എന്താണ് ഈ രാജ്യത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്ന യോഗ്യത എന്താണെന്ന് ചോദിക്കണം.
യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ്റെ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ കോളേജിൽ പഠിക്കുന്ന കാലത്തോ കുറേ സമരങ്ങൾ ഉണ്ടാക്കി ബസ്സിനും കല്ലെറിഞ്ഞ് ടീച്ചറേയും ചീത്ത വിളിച്ച് അടിയും വഴക്കും ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആരെങ്കിലും ഒക്കെ ആയിട്ട് മാറുന്നത്. അതാണോ നിയമസഭയിൽ മത്സരിക്കാനുള്ള യോഗ്യത? ഞാൻ എൻ്റെ സിനിമയിൽ ചോദിച്ചൊരു ചോദ്യവും ഒരു ഡയലോഗ് ഉണ്ട്, നിരഞ്ജൻ പറഞ്ഞൊരു ഡയലോഗാണ്. അത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ എഴുതിയ ഡയലോഗാണ്. അപ്പം നമ്മുടെ സ്കൂളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുൻബെഞ്ചിലിരുന്ന് പഠിക്കുന്നവർ ഡോക്ടറും എഞ്ചിനീയർമാരും, പിൻബെഞ്ചിലിരുന്ന് പഠിക്കുന്നവർ ചിലപ്പം തൊട്ട് താഴത്തെ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ, അതിന് ബാക്കിലിരിക്കുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ, ഏറ്റവും ബാക്കിലിരുന്ന് ബസ്സിന് കല്ലും എറിഞ്ഞ് ടീച്ചർമാരെയും ചീത്ത വിളിച്ച് നാട് മുഴുവൻ നടന്ന് പ്രശ്നം ഉണ്ടാക്കി നടക്കുന്നവരൊക്കെ നാട് ഭരിക്കുന്ന MLAയും മന്ത്രിയും. ഇതാണ് നമ്മൾ കണ്ടുപഠിച്ചു വെച്ച സിസ്റ്റം. ഇതുകൊണ്ടാണ് മുൻബെഞ്ചിലിരിക്കുന്ന ഒരുത്തൻ ഒരു രാഷ്ട്രീയ നേതാവാകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ആരുടെ എന്ന ചോദ്യം സമൂഹം ചോദിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 4ാമത്തെ ബെഞ്ചിലിരുന്ന് കല്ലെറിഞ്ഞവന് നിലനിൽക്കണമെങ്കിൽ 1ാമത്തെ ബെഞ്ചിലിരിക്കുന്നവൻ വരാൻ പാടില്ല. ശശി തരൂരിന് എന്തുകൊണ്ടാണ് അർഹമായ അംഗീകാരം കോൺഗ്രസിൽ കിട്ടാത്തത്? കഴിവുള്ളവനെ എന്നും കോൺഗ്രസ്സുകാർക്ക് ഭയമാണ്. കഴിവുള്ളവനെ അംഗീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് BJP. അത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഓരോ നേതാക്കന്മാരെ, ഓരോ കേന്ദ്രമന്ത്രിമാരെ നിങ്ങൾ എടുത്തു നോക്ക്. ഇവർക്കൊക്കെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള വളരെ കുറച്ച് സമയത്ത് എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ സ്ഥാനങ്ങൾ കിട്ടിയത്? എങ്ങനെയാണ് ഇവർ MP ആയത്? എങ്ങനെയാണ് ഇവർ കേന്ദ്രമന്ത്രിമാരായത്? അവരുടെ കഴിവ് ഈ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തണം എന്ന് കൃത്യമാക്കി മനസ്സിലാക്കിയ ഒരു പൊളിറ്റിക്കൽ ആശയം. അവരെ വർഗീയത എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പം അവർ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി, നമ്മുടെ ദേശീയപാത ഡെവലപ്മെൻറ്റ്സ് മാത്രം നോക്കൂ, അദ്ദേഹത്തിൻ്റെ തോട്ട് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഇവിടെ ആരോടെ പറഞ്ഞു, ഇപ്പം എനിക്ക് കേരളത്തിൽ ആത്മീയത പ്രചരിപ്പിക്കണം, ഇതാണ് എൻ്റെ ലക്ഷ്യം. ആത്മീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരിഫ് ഹുസൈനെയും പ്രൊഫസർ രവിചന്ദ്രൻ മാഷിനെയും കൂടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ടൊരു സംഘടന തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? യുക്തിവാദം പ്രചരിപ്പിക്കാനാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ ഈ 2 പേരെയും ചിലപ്പോൾ പിടിച്ചതിനകത്തൊക്കെ വയ്ക്കും. ആത്മീയത പ്രചരിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഹൈന്ദവ ആത്മീയതയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ചിദാനന്ദപുരി സ്വാമി വയ്ക്കും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ആ ലെവലിലുള്ള ഒരാളെ വയ്ക്കും. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ BJPക്ക് വർഗീയത പ്രചരിപ്പിക്കലാണ് BJPയുടെ ലക്ഷ്യമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെയാണ് അവർ പിടിച്ച് സംസ്ഥാന പ്രസിഡന്റ് ആക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ ജീവിതത്തിൽ ഇന്നുവരെ ഒരു വർഗീയത പറഞ്ഞിട്ടുണ്ടോ? ലൈഫിൽ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള മികച്ച ഒരു ടെക്നോക്രാറ്റ്, മികച്ച ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ, ഒരു മുൻ പൈലറ്റായിട്ടൊക്കെ ഇരുന്ന ഒരാളെ BJP സംസ്ഥാന പ്രസിഡന്റ് ആക്കുമ്പം കുറഞ്ഞ പക്ഷം അവരുടെ ലക്ഷ്യം അതല്ല എന്നെങ്കിലും മനസ്സിലാക്കിക്കൂടെ? വളരെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രീബുദ്ധൻ ഒരു സംഘടന തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് കൊടിസുനിയെ പിടിച്ചു വയ്ക്കുമോ? അപ്പം ഇത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും തോട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിനെ നയിക്കുന്നവരിലൂടെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി BJP ഒരു മുന്നണി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു, കേരളത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, അതിനുവേണ്ടി ഞങ്ങൾക്കൊരു മുന്നണി വേണം, അപ്പം ഞങ്ങളുടെ ലക്ഷ്യം വർഗീയതയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ക്രിസ്ത്യാനിയായ സാബു ജേക്കബിൻ്റെ 2020 ആണോ അവർ കൂടെ പിടിക്കേണ്ടത്? അല്ല. അപ്പം അന്നേരം തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം, ആ പൊളിറ്റിക്കൽ മുന്നണിയുടെ ലക്ഷ്യം നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സാണ്, നാടിൻ്റെ വികസനമാണ്. അല്ലാതെ ഇവർ ഈ കേരളത്തിൽ കിടന്ന് ആക്ഷേപിക്കുന്ന ഇതൊന്നും അല്ല. അവിടേക്ക് അഖിൽമാരാർ പോകുന്നത് വർഗീയത പറയാനല്ല. അഖിൽമാരാർ പോകുന്നത് അവരുടെ ലക്ഷ്യം മനസ്സിലാക്കി ഡെവലപ്മെൻറ്റ്സിനൊപ്പം നിന്ന് സഞ്ചരിച്ച് അവരുടെ സഹായത്തോടു കൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേസമയം കോൺഗ്രസ്സോ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ, പോപ്പുലർ ഫ്രണ്ടിനെ, ഇവരെയൊക്കെ കൂടെ കൂടിയിട്ട് ഇവർ മതേതരത്വം പറയുകയാണ്. അപ്പം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏത് വർഗീയ ശക്തികളോടും കൂടെ കൂട്ടാം. ഇപ്പുറത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് 2020 കൂടെ കൂട്ടുന്ന അല്ലെങ്കിൽ സവർണർമാർ മാത്രമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന BJP BDJസിനെ കൂടെ കൂട്ടി ഈഴവ സമുദായത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ദഹിക്കാത്തത്? അപ്പം 100% നമ്മൾ കാണേണ്ടത് ആരുടെ ഇൻറ്റൻഷനാണ്, ആരുടെ ലക്ഷ്യമാണ് ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ വോട്ട് കൊടുക്കാൻ പഠിക്കണം. ഈ പൊതുവെ അഭിപ്രായങ്ങൾ പറയാൻ മടിക്കുന്ന ആളുകളാണല്ലോ. ഇപ്പോഴും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും അതിലൂടെ പല ഇഷ്യൂകൾ ഉണ്ടാവുന്ന ഒരാളും കൂടിയാണ്. ഇപ്പോൾ സർക്കാരിനെതിരെ സംസാരിക്കാറുണ്ട്, പിണറായി വിജയനെതിരെ സംസാരിക്കാറുണ്ട്, അതിനുവേണ്ടി കേസ് വരെ വന്നിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ പിണറായി വിരുദ്ധതയാണോ അതോ ഈ ലെഫ്റ്റ് രാഷ്ട്രീയമാണോ? ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഇതിൽ നിന്ന് ഏതിനോടാണ് എതിർപ്പ് ശരിക്കും? ഇത് പണ്ട് മുതലേ പറഞ്ഞ കാര്യമാണ്. അതിശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് ഞാൻ. അതിശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. അതെന്താണ് ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതെല്ലാം കള്ളത്തരം കാണിക്കും. കാരണം ഇവർക്ക് ഇവരുടെ ആശയം നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയില്ല. നിങ്ങളിപ്പോൾ പോയിട്ട് ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വിളിച്ചിരുത്തിയിട്ട് ഈ കേരളത്തിൽ നടപ്പിലാക്കിയ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറയാൻ പറ. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറയാൻ പറഞ്ഞാൽ കാറൽ മാർക്സിൻ്റെയും ഇവർ തുടങ്ങി വെച്ച കാലം മുതലേ ഉള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇവർക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ക്ഷേത്രഭരണം ഏറ്റെടുക്കാൻ പറ്റുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിലവർ പറയും ഞങ്ങൾ വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറയാറുണ്ട്. അതെങ്ങനെയാണ് വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റായി മാറാൻ പറ്റുക?
കമ്മ്യൂണിസത്തിൽ വിശ്വാസത്തിന് പ്രാധാന്യമില്ല. അവർ യുക്തിയിലാണ് വിശ്വസിക്കുന്നത്. യുക്തി കൊണ്ട് ജീവിക്കുന്ന ഒരുവൻ എങ്ങനെ വിശ്വാസം ചെയ്യാൻ പറ്റില്ല? അവനെങ്ങനെ ഇല്ലാത്ത ഒരാളെ ഉണ്ടെന്ന് സങ്കല്പിച്ച് വിഗ്രഹത്തിനകത്ത് പോയി തൊഴാൻ പറ്റും? ഇത് ഞാൻ പറയുന്നത് ഇന്നങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ലെന്നോ കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസികളില്ലോ എന്നുള്ളതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരിലൊക്കെ ധാരാളം ഇവരുണ്ട്. പക്ഷേ ഇവരെ എല്ലാവരും പറ്റിച്ചു വെച്ചേക്കുകയാണ്. അപ്പം BJP ഇത് വിശ്വാസത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ BJPയുടെ ബേസ് അതാണ്. അവർ വിശ്വാസവും ദേശീയബോധം, ഹൈന്ദവത, ഇതൊക്കെ തന്നെ അവരുടെ ബേസാണ്. ആ ബേസ് എന്തുകൊണ്ട് നിലനിർത്തും എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ബേസ് അതാണ്. ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിന്നതൊക്കെ തന്നെ ഇത്തരം ആത്മീയമായ അറിവുകളും സംസ്കാരത്തിൻ്റെ മഹിമയൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പിടിച്ചു നിന്നത്. അപ്പോൾ കമ്മ്യൂണിസത്തെ എല്ലാ കാലത്തും ഞാൻ എതിർക്കുന്നത് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലാത്തത് കൊണ്ടാണ്.